കർക്കിടക മാസമായിട്ടേ അമ്മ കഥാപാത്രങ്ങളെ അനലൈസ് ചെയ്ത് വീഡിയോ ഇട്ടുല്ലോ. ഈ കർക്കിടക മാസത്തില് രാമായണം വായിച്ച പുണ്യം കിട്ടുന്ന പറയുന്നത് ശരിയാണോ? കർക്കിടക മാസത്തില് രാമായണം വായിക്കുക എന്നൊരു ചിട്ട കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പുസ്തകം വായിച്ച പുണ്യല്ല കിട്ടുക, അറിവാ കിട്ടുക. അതിപ്പോ ഏത് പുസ്തകമാണെങ്കിലും, സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് വായിച്ചാലും ഭാഗവതം വായിച്ചാലും രാമായണം വായിച്ചാലും ഒക്കെ അറിവാണ് കിട്ടുക. ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം, അത്ര തന്നെ. അപ്പോഴേ ഈ പുണ്യം പാപം എന്നൊക്കെ പറഞ്ഞ അതിന്റെ വ്യത്യാസം എന്താ സംഭവം? നമ്മള് ഒരു പ്രവൃത്തി ചെയ്യുക, ആ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷവും ആശ്വാസവും ഒക്കെയാണ് കിട്ടണേന്ന് വെച്ചാൽ അത് പുണ്യപ്രവൃത്തി. ഇനിയിപ്പോ നമ്മൾ ചെയ്യണ ഒരു കാര്യം കൊണ്ട് മറ്റുള്ളവർക്ക് വിഷമം അല്ലെങ്കിൽ വേദനയാണ് ഉണ്ടാവണേന്ന് വെച്ചാൽ അത് പാപപ്രവൃത്തിയാന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ പറയാറില്ലേ നെഗറ്റീവ് വൈബ് പോസിറ്റീവ് വൈബ് എന്ന്, അതൊക്കെ തന്നെ. പുണ്യം പാപം ഇതൊക്കെ ഉണ്ടാവണത് കർമ്മത്തിന്റെ ഫലമായിട്ടാണ്. ഇതൊക്കെ സാധാരണക്കാർക്ക് അറിയാം, എന്നിട്ടും അവരെന്തിനാ പാപം ചെയ്യണേ? അങ്ങനെ പാപമാണെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ആരും കർമ്മങ്ങൾ ചെയ്യണത്. ഈ മനുഷ്യന്മാരെ 3 തരത്തിലുണ്ട്. ചില ആൾക്കാരില്ലേ ഇങ്ങനെ സമൂഹത്തിന് വേണ്ടി നന്മകൾ ചെയ്യുക, കിണറുകൾ കുഴിക്കുക, അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്യുക, ഇവരെയൊക്കെ സാത്വികന്മാരെന്ന് വിളിക്കും. ഇനി മറ്റു ചില ആൾക്കാരുണ്ട്, അവരിങ്ങനെ ജോലി ചെയ്യുക, ബാങ്ക് ബാലൻസ് കൂട്ടുക, എൻ്റെ ഭാര്യ കുട്ടികള് കുടുംബം ഇങ്ങനെ സ്വന്തം കാര്യം മാത്രമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ, അവരെ രാജസന്മാരെന്നാ വിളിക്കുക. അതായത് ഞാനില്ലാണ്ട് ഇവിടെ ഒന്നും നടക്കില്ല എന്നാണ് അവരുടെ ചിന്ത. ഇനി 3ാമത്തെ ആൾക്കാര് എപ്പോഴും ഉറക്കം വരിക, മടിയ, ഇതിപ്പോ ചെയ്യണ്ട പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് മാറ്റി വെക്കണ ആൾക്കാര്, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാനൊന്നും ചെയ്താൽ ശരിയാവില്ല, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ, ഇവരെ താമസന്മാരെന്നാ വിളിക്കുക. ഈ 3 തരത്തിലുള്ള ആൾക്കാരാണെങ്കിലും അവര് ഓരോ കർമ്മങ്ങൾ ചെയ്യണു. ആ കർമ്മങ്ങൾ പുണ്യാണോ പാപമാണോ എന്ന് ചിന്തിച്ചിട്ടൊന്നുമല്ല. അത് ചിലപ്പോ പുണ്യാവും, ചിലപ്പോ പാപാവും. അപ്പൊ ഒരാളുടെ സാഹചര്യങ്ങളല്ലേ ഒരാളെ പുണ്യപ്രവൃത്തിയും പാപപ്രവൃത്തിയും ഒക്കെ ചെയ്യിപ്പിക്കണേ. അപ്പൊ ഈ സാഹചര്യം എവിടുന്ന ഉണ്ടാവണേ? കർമ്മഫലങ്ങളാണ് സാഹചര്യമായിട്ട് മാറുന്നത്. കാലവും കർമ്മവും കൂടി ചേരുമ്പോഴാണ് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുന്നത്. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു മാവിന്റെ തൈ വെക്കണു, അതൊരു കർമ്മമാണ്. അപ്പൊ തന്നെ ഒന്നൊന്ന് മാങ്ങ കിട്ടണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ഇനി നമ്മൾ ആ മാവിൻ തൈ വെച്ച് പരിചരിക്കണു, കുറേ കാലം കഴിയുമ്പോ ഒരു വേനൽക്കാലത്ത് നമ്മൾ പണ്ട് പരിചരിച്ചതിന്റെ ഫലമായിട്ട് ആ മാവുമെന്ന് നമുക്ക് മാങ്ങ കിട്ടണു. അങ്ങനെ കാലവും കർമ്മവും ഒന്നിച്ചു കൂടി ചേരുമ്പോൾ മാത്രമാണ് ഓരോ സംഭവങ്ങളും ഉണ്ടാവുന്നത്. ഇനിയിപ്പോ കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു കൂട്ടുകാരെ കണ്ടുമുട്ടണത്, വിവാഹങ്ങൾ നടക്കണത്, നമ്മൾ പ്രതീക്ഷിക്കാതെ ആക്സിഡന്റുകൾ സംഭവിക്കണത്, ഇനി വലിയ വലിയ ആക്സിഡന്റുകളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ രക്ഷപ്പെടുന്നത്, ഇതൊക്കെ ഇതുപോലെ കാലവും കർമ്മവും കൂടി ചേർന്നിട്ടുണ്ടാവുന്ന സംഭവങ്ങളാണ്. നമ്മുടെ ശരീരത്തിന് ഈ ഭൂമിയിലെ കാലം അവസാനിക്കുമ്പോൾ മരണം സംഭവിക്കണം. അപ്പൊ ഈ മരണം എന്ന് പറഞ്ഞാൽ എന്താ? മരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാവണതല്ല, അതൊരു റീസൈക്ലിംഗ് പ്രോസസ്സാണ്. ഫിസിക്സിൽ പറയില്ലേ എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന്. അതായത് ഊർജത്തിനെ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല എന്ന് പറയില്ലേ. അതുപോലെ നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. ഈ 5 ഘടകങ്ങൾ പ്രകൃതിയിൽ നിന്ന് വാടകയ്ക്ക് എടുത്തിട്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതൊക്കെയാ പഞ്ചഭൂതങ്ങള്? മണ്ണ്, ജലം, അഗ്നി, ആകാശം, വായു. മരണസമയത്ത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ ജലം 70% ജലമാണല്ലോ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ. ഈ ജലം മുഴുവൻ ബാഷ്പീകരിച്ചോ അല്ലാതെയോ ഒക്കെ പ്രകൃതിയിലെ ജലസ്രോതസ്സുകളിലേക്ക് ലയിക്കുകയാണ്. ഇനി നമ്മുടെ ശരീരത്തിന്റെ ഉള്ളില് വായു ഉണ്ട്, നമ്മൾ ശ്വസിക്കുന്നുണ്ടല്ലോ. അങ്ങനെ അവസാന ശ്വാസത്തോടു കൂടി ആ വായുവും കൂടി ആ പ്രകൃതിയിലെ വായുവിലേക്ക് ലയിക്കുകയാണ്. ഇനി നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ അവയവങ്ങൾക്കിടയിലൊക്കെ സ്പേസ് ഉണ്ട്, അതാണ് ആകാശം. മരണശേഷം ഈ സ്പേസും പുറമേയുള്ള സ്പേസിനോട് കൂടിച്ചേരുന്നു. ഇനി നമ്മുടെ ശരീരത്തിൽ അഗ്നി ഉണ്ട്, ചൂടുണ്ടല്ലോ നമ്മുടെ ശരീരത്തിന്. ഈ ചൂടാണ് നമ്മുടെ ശരീരത്തിനെ നിലനിർത്തണത്. മരണശേഷം ഈ ചൂട് ഇല്ലാണ്ടാവണു, അഗ്നി പ്രകൃതിയിലെ അഗ്നിയിലേക്ക് ലയിക്കുകയാണ്.
അപ്പൊ നമ്മൾ പറയും ഡെഡ് ബോഡി തണുത്തു എന്ന് പറയും. ഇനി മണ്ണ്, നമ്മുടെ മരണശേഷം നമ്മളെ ഒന്നുകിൽ കുഴിച്ചിടും അല്ലെങ്കിൽ കത്തിക്കും. രണ്ടാണെങ്കിലും നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ള ധാതുക്കള് അതൊക്കെ മണ്ണിലേക്ക് ലയിക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ പഞ്ചഭൂതങ്ങളിലേക്ക് ലയിക്കുന്നതിനെയാണ് മരണം എന്ന് പറയുന്നത്. അപ്പോ മരിച്ചാ മോക്ഷം കിട്ടുന്ന പറയണില്ലേ? മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? മോക്ഷം എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷം കിട്ടണ ഒന്നല്ല, ജീവിച്ചിരിക്കുമ്പോ തന്നെ കിട്ടേണ്ടതാണ്. നമ്മൾ ഈ പുരാണങ്ങളൊക്കെ വായിച്ച് അതിലത്തെ കഥാപാത്രങ്ങളെയൊക്കെ നന്നായി അനലൈസ് ചെയ്ത് അവരിലുള്ള നന്മകളൊക്കെ നമ്മളിലേക്ക് എടുത്ത് അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരു പ്രത്യേക തരം സമാധാനം നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ സമാധാനത്തോടു കൂടി അല്ലെങ്കിൽ ദുഃഖം ഇല്ലാണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ, അതാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ. ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ലാതെ, ദുഃഖം ഇല്ലാതെ, അല്ലലില്ലാതെ ജീവിക്കുക, അതിനെയാണ് മോക്ഷം എന്ന് പറയുക.